ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മീൻ ഒലത്തിയതാണ്. നമ്മൾ അധികം കേൾക്കാത്ത ഒരു പേരാണ് മീൻ ഒലത്തിയെടുത്തത്. നമ്മൾ സാധാരണ മീൻ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ കറി വെച്ചെടുക്കും, അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കും. പക്ഷെ നമ്മൾ മീൻ അധികം നമ്മളങ്ങനെ ഒലത്തി എടുക്കാറില്ല. പക്ഷെ മീൻ കറി വയ്ക്കുന്നതിനേക്കാളും മീൻ വറുത്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിന് മീൻ ഒലത്തി എടുത്തിട്ടുണ്ട്. മീൻ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം എണ്ണയിലേക്ക് ഇട്ട് ചൂടാക്കിയിട്ടുണ്ടോ എടുക്കുക. പക്ഷേ മീൻ നമ്മൾ ഒലത്തി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയിട്ടുണ്ട്. ഇത് മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടമാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ മിക്കപ്പോഴും വെക്കുന്ന ഒരു കറിയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഈ കറി നമ്മളെങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മീനെ നമ്മൾ വേവിച്ചെടുക്കും. അപ്പോൾ നമുക്ക് മീൻ വേവിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക. എന്നാലും ചാള അല്ലെങ്കിൽ അയിലയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒലത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താണ്. ആ ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ തൊണ്ട് കളഞ്ഞാൽ മതി. കാരണം ഇഞ്ചിയുടെ തൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ശരിക്കും ഇഞ്ചിയുടെ തൊണ്ടിന് കയ്പൊന്നുമില്ല. പിന്നെ നമ്മൾ ശരിക്കും ഇഞ്ചിയുടെ തൊണ്ട് ശരിക്കും കളയേണ്ട ആവശ്യമില്ല. ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചതച്ചെടുത്താലും മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ട് കളയാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ മീൻ എങ്ങനെ നമ്മൾ വേവിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനിലേക്ക് മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഈ ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഈ മീൻ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മീൻ നമ്മൾ ഒലത്തിയെടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ കറി ഒലത്തിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സവോളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി എടുക്കാം. ഞാൻ ചുവന്നുള്ളി ഇല്ലാത്തതാണ് സവോള എടുത്തേക്കുന്നത്. അത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിയുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ഈ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചതഞ്ഞ പോലെ കിട്ടും. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇടാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും കൂടി ചേർക്കാം. അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കൂടുതൽ സമയം അടിക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചതഞ്ഞ പോലെ കിട്ടും. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് ചതച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് മീൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണം ഇഞ്ചി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വേപ്പിൻ്റെ ഇല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് മീൻ വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേവിക്കാം. മീൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല. കാരണം അത് മീൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ മീൻ നമ്മൾ ഒലത്തിയെടുക്കുന്നത്. നമുക്ക് തീ ഓണാക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് മീൻ നമുക്ക് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ഞട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചീഞ്ഞട്ടിയിൽ വെച്ചിട്ട് ബീഫ് വരട്ടിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീഞ്ഞട്ടിയിൽ വെച്ചുണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റിന്. അപ്പോൾ എന്നോട് ഒരാൾ മെയിൽ അയച്ച് ചോദിച്ചിരുന്നു ചീഞ്ഞട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന്. ശരിക്കും നമ്മുടെ ഈ പഴയ ചീഞ്ഞട്ടിയിൽ കറി വയ്ക്കുമ്പോൾ അതിന് ശരിക്കും നല്ല പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ പഴയ ചീഞ്ഞട്ടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കും. നമ്മുടെ എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഡ്രൈ ആയി കിട്ടും. നമ്മൾ ഇങ്ങനത്തെ ചീഞ്ഞട്ടിയിലും അല്ലെങ്കിൽ മൺകലത്തിലേക്ക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി പെട്ടെന്ന് നാശമാവില്ല. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി പെട്ടെന്ന് നാശമാവും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആ പാത്രം അധികം ചൂടാവില്ല. നമ്മുടെ കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം നന്നായിട്ട് വേവിച്ചെടുക്കുന്ന കറികളൊക്കെയാണ് നമ്മുടെ. അങ്ങനെ നമ്മൾ ആ പാൻ നമ്മൾ ഒരു സമയം തന്നെ കൂടുതൽ സമയം ചൂടാക്കുമ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് വിട്ടുപോകും. ഫോറിനേഴ്സൊക്കെ ആകുമ്പോൾ അവരുടെ ഭക്ഷണ സാധനങ്ങൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാക്കി എടുക്കും. നമ്മുടെ ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ഇടാം, സവോള ഇടാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് ചതച്ചെടുത്ത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൊരിയിക്കാം. നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം മീൻ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക്
മീൻ നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ആ മീനിൽ നന്നായിട്ട് പിടിക്കും. നമ്മുടെ മീനിലേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഒലത്തിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും ഈ കറി.